നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. കേരള PSC പരീക്ഷകളിൽ 10ാം തലം മുതൽ ഡിഗ്രി ലെവൽ വരെ ആവർത്തിച്ചു ചോദിക്കുന്ന ഒരു പ്രധാന മേഖലയാണ് കേരളത്തിലെ പക്ഷിസങ്കേതങ്ങൾ. ഇന്നത്തെ വീഡിയോയിലൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട 50 സുപ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തട്ടേക്കാട് മുതൽ മംഗളവനം വരെയുള്ള സങ്കേതങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഈയൊരൊറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക, പ്രധാനപ്പെട്ട പോയിന്റുകൾ കുറിച്ചെടുക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1. ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതം ഏതാണ്? ഉത്തരം: തട്ടേക്കാട് പക്ഷിസങ്കേതം. 2. ചോദ്യം: തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം: എറണാകുളം. 3. ചോദ്യം: തട്ടേക്കാട് പക്ഷിസങ്കേതം ഏത് ലോകപ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞന്റെ പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം: ഡോക്ടർ സലീം അലി. 4. ചോദ്യം: പക്ഷിപാതാളം പക്ഷിസങ്കേതം ഏത് ജില്ലയിലാണ്? ഉത്തരം: വയനാട്, ബ്രഹ്മഗിരി കുന്നുകളിൽ. 5. ചോദ്യം: കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം ഏതാണ്? ഉത്തരം: മംഗളവനം. 6. ചോദ്യം: കൊച്ചിയുടെ പച്ചശ്വാസകോശം ഗ്രീൻ ലങ് ഓഫ് കോച്ചി എന്നറിയപ്പെടുന്നത് ഏത് പക്ഷിസങ്കേതമാണ്? ഉത്തരം: മംഗളവനം. 7. ചോദ്യം: കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം: ചൂലന്നൂർ, മയിലാടുംപാറ. 8. ചോദ്യം: ചൂലന്നൂർ പക്ഷിസങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: പാലക്കാട്. 9. ചോദ്യം: ചൂലന്നൂർ പക്ഷിസങ്കേതം ആരുടെ സ്മരണാർത്ഥമാണ് നാമകരണം ചെയ്തിരിക്കുന്നത്? ഉത്തരം: KK നീലകണ്ഠൻ, ഇന്ദുചൂടൻ. 10. ചോദ്യം: കുമരകം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം: കോട്ടയം. 11. ചോദ്യം: കുമരകം പക്ഷിസങ്കേതത്തിന്റെ പഴയ പേര് എന്തായിരുന്നു? ഉത്തരം: ബേക്കേഴ്സ് എസ്റ്റേറ്റ്. 12. ചോദ്യം: കുമരകം പക്ഷിസങ്കേതം ഏത് തടാകത്തിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: വേമ്പനാട്ട് കായൽ. 13. ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? ഉത്തരം: കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. 14. ചോദ്യം: കടലുണ്ടി പക്ഷിസങ്കേതം വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതെല്ലാം? ഉത്തരം: മലപ്പുറം, കോഴിക്കോട്. 15. ചോദ്യം: അരിപ്പ പക്ഷിസങ്കേതം ഏത് ജില്ലയിലാണ്? ഉത്തരം: തിരുവനന്തപുരം. 16. ചോദ്യം: പക്ഷി നിരീക്ഷകർക്ക് വംശനാശം സംഭവിച്ചുവെന്ന് കരുതിയ ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത് അപൂർവ പക്ഷി കണ്ടെത്തിയത് എവിടെയാണ്? ഉത്തരം: തട്ടേക്കാട്. 17. ചോദ്യം: പത്തിരാമണൽ പക്ഷിസങ്കേതം ഏത് ജില്ലയിലാണ്? ഉത്തരം: ആലപ്പുഴ. 18. ചോദ്യം: പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന പക്ഷി നിരീക്ഷണ കേന്ദ്രം ഏത്? ഉത്തരം: നെല്ലിക്കാംപെട്ടി. 19. ചോദ്യം: ഇന്ത്യയുടെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം: ഡോക്ടർ സലീം അലി. 20. ചോദ്യം: സലീം അലിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം: ഒരു കുരുവിയുടെ പതനം, ദ ഫോൾ ഓഫ് എ സ്പാരോ. 21. ചോദ്യം: കേരളത്തിലെ പക്ഷികൾ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം: ഇന്ദുചൂടൻ, KK നീലകണ്ഠൻ. 22. ചോദ്യം: സലീം അലി തട്ടേക്കാട് സങ്കേതത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഉത്തരം: ദ്വീപുലഭ്യമായതിൽ വെച്ച് ഏറ്റവും സമ്പന്നമായ പക്ഷി ആവാസവ്യവസ്ഥ. 23. ചോദ്യം: കടലുണ്ടി പക്ഷിസങ്കേതം ഏത് പുഴയുടെ തീരത്താണ്? ഉത്തരം: കടലുണ്ടിപ്പുഴ. 24. ചോദ്യം: തട്ടേക്കാട് പക്ഷിസങ്കേതം നിലവിൽ വന്ന വർഷം? ഉത്തരം: 1983 ഓഗസ്റ്റ് 27. 25. ചോദ്യം: വേമ്പനാട്ട് കായലിലെ പക്ഷിസങ്കേതം എന്നറിയപ്പെടുന്നത്? ഉത്തരം: പതിരാമണൽ. 26. ചോദ്യം: മലബാർ ട്രോഗോൺ എന്ന പക്ഷിയെ ധാരാളമായി കാണുന്ന സങ്കേതം? ഉത്തരം: തട്ടേക്കാട്. 27. ചോദ്യം: സലീം അലി പക്ഷിസങ്കേതം തട്ടേക്കാട് രൂപകൽപ്പന ചെയ്യുന്നതിന് മുൻകൈയെടുത്തത് ആര്? ഉത്തരം: ഡോക്ടർ സലീം അലി. 28. ചോദ്യം: ദേശാടന പക്ഷികൾ ഏറ്റവും കൂടുതലെത്തുന്ന കേരളത്തിലെ ഒരു പ്രദേശം? ഉത്തരം: കടലുണ്ടി. 29. ചോദ്യം: കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷിസങ്കേതം? ഉത്തരം: തട്ടേക്കാട്, ഏകദേശം 25 ചതുരശ്ര കിലോമീറ്റർ. 30. ചോദ്യം: മംഗളവനം പക്ഷിസങ്കേതം നിലവിൽ വന്ന വർഷം? ഉത്തരം: 2004. 31. ചോദ്യം: കണ്ടൽക്കാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ പക്ഷിസങ്കേതം? ഉത്തരം: മംഗളവനം. 32. ചോദ്യം: പക്ഷിപാതാളത്തിൽ കാണപ്പെടുന്ന അപൂർവ ഗുഹ ഏതാണ്? ഉത്തരം: ഈഡൻ ഗുഹകൾ. 33. ചോദ്യം: തിരുവനന്തപുരം ജില്ലയിലെ പാലോട് സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതം? ഉത്തരം: അരിപ്പ. 34. ചോദ്യം: വെള്ളിമൂങ്ങകളെ ധാരാളമായി കാണാൻ സാധിക്കുന്ന പ്രദേശം?
ഉത്തരം അരിപ്പ. 35 ചോദ്യം പക്ഷിപാതാളം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഉത്തരം നവംബർ മുതൽ ഏപ്രിൽ വരെ. 36 ചോദ്യം മയിലാടുംപാറ പക്ഷിസങ്കേതം സ്ഥാപിച്ച വർഷം. ഉത്തരം 2007. 37 ചോദ്യം പക്ഷിപാതാളം സങ്കേതത്തിലേക്ക് ട്രക്കിംഗ് ആരംഭിക്കുന്ന സ്ഥലം. ഉത്തരം തിരുനെല്ലി. 38 ചോദ്യം കുമരകം പക്ഷിസങ്കേതത്തിൽ ഏറ്റവും കൂടുതലെത്തുന്ന ദേശാടന പക്ഷി. ഉത്തരം സൈബീരിയൻ കൊക്ക്. 39 ചോദ്യം ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 മാത്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാറുള്ള സങ്കേതം. മംഗളവനത്തിൽ പരിസ്ഥിതി ദിന പരിപാടികൾ സജീവമാണ്. 40 ചോദ്യം തട്ടേക്കാട് പക്ഷിസങ്കേതം ഏതു നദിയുടെ തീരത്താണ്. ഉത്തരം പെരിയാർ. 41 ചോദ്യം തട്ടേക്കാട് സങ്കേതത്തിൽ കാണപ്പെടുന്ന പ്രധാന മരം. ഉത്തരം തേക്കും ഈട്ടിയും. 42 ചോദ്യം സലീം അലി ഫൗണ്ടേഷന്റെ ആസ്ഥാനം എവിടെയാണ്. ഉത്തരം കോയമ്പത്തൂർ. 43 ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പക്ഷികളെ കണ്ടെത്തിയ ജില്ല. ഉത്തരം എറണാകുളം. 44 ചോദ്യം ചൂലന്നൂർ പക്ഷിസങ്കേതത്തിന്റെ വിസ്തൃതി എത്രയാണ്. ഉത്തരം 3.42 ചതുരശ്ര കിലോമീറ്റർ. 45 ചോദ്യം പതിരാമണൽ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്. ഉത്തരം പാതിരാത്രിയിലെ മണൽ. 46 ചോദ്യം മംഗളവനം പക്ഷിസങ്കേതത്തിന്റെ വിസ്തൃതി. ഉത്തരം 0.027 ചതുരശ്ര കിലോമീറ്റർ. 47 ചോദ്യം പക്ഷിപാതാളം സങ്കേതം സമുദ്രനിരപ്പിൽ നിന്നും എത്ര ഉയരത്തിലാണ്. ഉത്തരം 1740 മീറ്റർ. 48 ചോദ്യം കേരളത്തിലെ പക്ഷികളെക്കുറിച്ച് പഠനം നടത്തിയ പ്രശസ്തനായ മറ്റൊരു വ്യക്തി. ഉത്തരം ഇന്ദുചൂഡൻ. 49 ചോദ്യം എറണാകുളം ഹൈക്കോടതിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതം. ഉത്തരം മംഗളവനം. 50 ചോദ്യം പക്ഷിസങ്കേതങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഉത്തരം ഓർണിത്തോളജി. അപ്പോൾ സുഹൃത്തുക്കളെ കേരളത്തിലെ പക്ഷിസങ്കേതങ്ങളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട 50 PSC ചോദ്യങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഈ വിവരങ്ങൾ നിങ്ങളുടെ വരാനിരിക്കുന്ന പരീക്ഷകളിൽ തീർച്ചയായും ഉപകരിക്കും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ PSC പഠന വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം.